എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡോമിനോസ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ചീസി ആയിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി നോക്കാം. ഇത് പഞ്ഞി പോലുള്ള നല്ല ഫ്ലേവറുള്ള ഒരു അടിപൊളി ബ്രെഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഞ്ചസാരയിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പാൽ വേണം. അതിൻ്റെ പകുതി നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ പഞ്ചസാര ഈ ഒരു പാലിൽ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പക്ഷേ ചിലരുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കാണില്ല, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയിരിക്കും ഉള്ളത്, വലിയ വലിയ തരികളുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു പൊടിയിലേക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പൊടി ഇവിടെ 1 കപ്പാണ് വേണ്ടത്. മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഉപ്പും ഈ ഒരു പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറാണ് ഇഷ്ടമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയത് കാരണം ഇതിൽ കിടന്നധികം പൊങ്ങില്ല. നമ്മളിനി മാവിൽ കുഴയ്ക്കുമ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരിക. അപ്പോൾ ഇനി ഈ ഒരു ഈസ്റ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്കി ചെറിയ ചൂടുള്ള പാലോ ചെറിയ ചൂടുവെള്ളത്തിലോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഒരു 1/4 കപ്പോളം ചെറിയ ചൂടുള്ള പാലാണ് ഈ ഒരു മാവ് കുഴയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഓരോ മാവിൻ്റെ ഇതനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് വേരി ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളൊരു 8 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിന് മുകളിലായിട്ടൊരു നനഞ്ഞ ടവലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പോ ഒന്ന് കവർ ചെയ്തതിന് ശേഷം കുറച്ച് ചൂടായിട്ടുള്ള സ്ഥലത്ത് മാറ്റി വെക്കാം. നാട്ടിലൊക്കെ ചൂടാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഇത് ഡബിളായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 50 ഗ്രാം ബട്ടറും അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് പാഴ്സലി ലീവ്സുമാണ് എടുത്തിട്ടുള്ളത്. പാഴ്സലി ലീവ്സിന് പകരം നിങ്ങൾക്ക് മല്ലിയിലയും എടുക്കാവുന്നതാണ്. ആ ഒരു ബട്ടർ ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ മൈക്രോവേവിലൊരു 10 സെക്കൻഡ് ഒന്ന് ഉരുക്കിയെടുക്കുക. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഒരുപാട് വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ ആ ഒരു ക്രാണം വരും. അപ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി മതിയാകും. ഞാൻ കുറച്ച് വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇല എന്ന് പറയുമ്പോൾ ഈ ഒരു പാഴ്സലിയാണ് ശരിക്കും ഗാർലിക് ബ്രെഡിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ പാടാണെങ്കിൽ മല്ലിയില എടുത്താലും മതിയാകും. അപ്പോൾ ഇല ഞാനിവിടെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം 2 ടേബിൾ സ്പൂണെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവൊന്ന് ഡബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് ഗാർലിക് ബ്രെഡ് ആക്കുന്നത് നോക്കാം. മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് കൈവച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മാവ് കൗണ്ടർ ടോപ്പിന് മേലെ ഇട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ഗാർലിക് ബ്രെഡ് എന്ന് പറയുമ്പോൾ കുറച്ച് തിന്നായിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആദ്യം ഒന്ന് പരത്തിയെടുക്കണം. ഈ ഒരു ബ്രെഡ് നിങ്ങൾക്ക് അവനില്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്ത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നാക്കിയല്ല, കുറച്ചൊരു കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു കട്ടിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്.
ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഒരു ഫില്ലിങ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ബട്ടറും ഗാർലിക്കും അതുപോലെ തന്നെ പാഴ്സ്ലി ലീവ്സും വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ്, അപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ, ഇതൊരു ഇറ്റാലിയൻ സ്പൈസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ഒറിഗാനോവും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു ചീസി ആയിട്ടുള്ളൊരു ഗാർലിക് ബ്രെഡാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മോസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡിലേക്കാണ് മടക്കുന്നത്, അപ്പോൾ ആ ഒരു സൈഡിൽ മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ചീസ് കൂടി ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ അറ്റം കൈ വെച്ചിട്ടോ അതുപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് ബേക്ക് ആവുമ്പോൾ അങ്ങ് തുറന്നു പോകും. അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡ് ബേക്കിംഗ് ട്രേയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചൊരു പാത്രത്തിലേക്കോ നമ്മളൊന്ന് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ഇതിലിങ്ങനെ കുറച്ച് കട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് അങ്ങനെ വിണ്ട് കയറത്തുമില്ല നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇനി ഇതിന് മുകളിലായിട്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിംഗ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് എഗ് വാഷിൻ്റെയോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ബട്ടർ തന്നെയാണ് ഇതിന് മുകളിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് ഇട്ട അതേ കാര്യങ്ങൾ, അതായത് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡ് ഉടനെ തന്നെ ബേക്ക് ചെയ്യരുത്. ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നിങ്ങളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്നെസ്സിൽ ഈ ഒരു ബ്രെഡ് കിട്ടുക. ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങളിത് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഈ ബ്രെഡ് ഇരിക്കുക. അതുകൊണ്ട് റെസ്റ്റിംഗ് ടൈം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്തിട്ട് മാത്രം ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഞാനിവിടെ ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഇത് ബേക്കായി കിട്ടും. ഞാനിവിടെ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ 180 ഡിഗ്രിയാണ്. അപ്പം ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു മിഡിൽ റാക്കിലായിട്ടാണ് ഈ ഒരു ബേക്കിംഗ് ട്രേ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 180 ഡിഗ്രിയിൽ 2 കോയിൽസും ഓണാക്കിയിട്ട് ഇത് 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് ആകമൊക്കെ വെന്ത് ബേക്കായി കിട്ടും. ഈ ഒരു ഓവൻ്റെ ടൈമാണ് ഞാൻ 15 മിനിറ്റ് പറഞ്ഞത്. കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ ടൈം വേരി ചെയ്യാം, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. നിങ്ങൾക്കിങ്ങനെ കാണാം ഈ ഒരു ബ്രെഡ് പുറമേ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് റെഡിയായി എന്നാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് ഉള്ളത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളൊരു ബ്രെഡാണ്. നല്ല ചീസിയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഡോമിനോസിലൊക്കെ പോയി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് പാടാണെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡിൽ നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നല്ല ചീസി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്